സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ പറയുവാനായി ആഗ്രഹിക്കുന്നത് മലകളെ നീക്കുന്ന വിശ്വാസത്തെക്കുറിച്ചാണ്. യേശു പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങിപ്പോകും. മലകളെ നീക്കാൻ കഴിയുന്ന വിശ്വാസത്തെക്കുറിച്ച് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് 1 കൊരിന്ത്യർ 13 അധ്യായത്തിൽ സംസാരിച്ചു. മറ്റൊരവസരത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ സംശയിക്കാതെ ഈ മലയോട് പോയി കടലിൽ ചാടുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. തൻ്റെ ശിഷ്യന്മാർ അക്ഷരാർത്ഥത്തിൽ മലകളെ കടലിലേക്ക് എറിയണമെന്നല്ല യേശു ഉദ്ദേശിച്ചത്. ഈ മലകളെല്ലാം കടലിൽ വീണാലുണ്ടാകുന്ന കുഴപ്പങ്ങൾ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? ഭൂകമ്പങ്ങൾ, സുനാമികൾ, അതിലേറെയും ഉണ്ടാവാം. ശ്രദ്ധിക്കുക, നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ മലകളെ അഭിമുഖീകരിക്കുന്നു. പലതരത്തിലാണെന്ന് മാത്രം. തടസ്സങ്ങൾ, ബന്ധങ്ങളിലെ തകർച്ചകൾ, രോഗങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മറികടക്കാനാവാത്തതായി തോന്നുന്ന മറ്റ് തടസ്സങ്ങൾ. എന്നാൽ പ്രത്യാശയുള്ളവർ ആയിരിക്കുക. പ്രിയമുള്ളവരെ, വിശ്വാസത്തിന് മലകളെ നീക്കുവാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നീക്കുവാൻ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് സാധിക്കും. തിരുവെഴുത്തുകളിൽ നിന്ന് ലളിതമായ ബൈബിൾ വിശ്വാസ തത്വങ്ങൾ, പർവ്വതങ്ങളെ നീക്കുന്ന വിശ്വാസം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായുള്ള 3 കാര്യങ്ങൾ പറയാം. ഒന്നാമതായി, കേൾപ്പിൻ. റോമാലേഖനം 10 അധ്യായം 17 പറയുന്നു, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവവചനത്താലും വരുന്നു. വിശ്വാസം സന്ദേശം കേൾക്കുന്നതിലൂടെയാണ് വരുന്നത്. സന്ദേശം ക്രിസ്തുവിനെക്കുറിച്ചുള്ള വചനമാണ്. ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളും യേശുവിനെക്കുറിച്ച് സംസാരിക്കുന്നു. തന്നെ എതിർത്തിരുന്ന യഹൂദ നേതാക്കളോട് യേശു പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകൾ ജാഗ്രതയോടെ പഠിക്കുക, ഇവ എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. പഴയ നിയമ തിരുവെഴുത്തുകളെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം കേൾക്കുന്നതിലൂടെയാണ് വിശ്വാസം വരുന്നത്. ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിലും യേശുവിനെ കാണുന്നു എന്ന് ഓർമ്മിക്കുക. പ്രവചനാത്മകമായി പഴയ നിയമത്തിലും ചരിത്രപരമായി പുതിയ നിയമത്തിലും. അപ്പോസ്തലപ്രവൃത്തി 14 അധ്യായത്തിൽ ലുസ്ത്രയിൽ വിശുദ്ധ പൗലോസ് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ജനനം മുതൽ മുടന്തനായിരുന്ന ഒരു മനുഷ്യൻ വിശുദ്ധ പൗലോസ് സംസാരിക്കുന്നത് ശ്രദ്ധ വെച്ച് കേട്ടു. പൗലോസ് അവനെ നേരിട്ട് നോക്കി. സൗഖ്യം പ്രാപിക്കാൻ അവനിൽ വിശ്വാസമുണ്ടെന്ന് കണ്ട് എഴുന്നേൽക്കൂ എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഒരിക്കലും നടന്നിട്ടില്ലാത്ത ആ മനുഷ്യൻ ചാടി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ആ മനുഷ്യൻ ദൈവവചനം പ്രസംഗിക്കുന്നത് കേട്ടു. വചനം അവൻ്റെ ഹൃദയത്തിൽ വിശ്വാസം ഉളവാക്കി എന്ന് വ്യക്തമാണ്. പൗലോസ് എഴുന്നേൽക്കുക എന്ന് പറയുന്നു. തൽക്ഷണം ആ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചു. അവൻ്റെ ജീവിതത്തിലെ ആ മലയെ നീക്കുവാൻ തക്ക വിശ്വാസം കേൾവിയാൽ അയാൾക്ക് ലഭിച്ചു. പ്രിയരെ, നിങ്ങൾക്ക് ഏറിയ വിശ്വാസമുള്ള ഒരു പുരുഷനോ സ്ത്രീയോ ആകണമെങ്കിൽ ദൈവവചനം വായിക്കുവാൻ സമയം കണ്ടെത്തുകയും തിരുവെഴുത്തുകൾ ശ്രദ്ധയോടെ പഠിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ആത്മാവിനുള്ളിൽ ദൈവവചനം കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും കഴിയേണ്ടതിന് സഹായിക്കുവാനും നിങ്ങളെ വിശ്വാസത്തിൽ സമൃദ്ധിയുള്ളവരാക്കി തീർക്കേണ്ടതിനും ദൈവത്തോട് അപേക്ഷിക്കുക. അടുത്തതായി, വിശ്വസിക്കുക. പ്രിയരെ, നിങ്ങൾ ദൈവവചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് വെളിച്ചവും ഗ്രാഹ്യവും നൽകും. യേശുവിൻ്റെ വചനത്തെ സംശയിക്കാതെ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കണം. എബ്രായ ലേഖനം 4:2 പറയുന്നു, എന്തെന്നാൽ അവർക്കും എന്ന പോലെ നമുക്കും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടു. എന്നാൽ പ്രസംഗിക്കപ്പെട്ട വചനം കേട്ടവരിൽ പരിണമിക്കായ കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. അതായത് വിശ്വസിക്കായ കൊണ്ട് അവർക്ക് പ്രയോജനപ്പെട്ടില്ല. ശ്രദ്ധിക്കുക, വിശ്വാസം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിലൂടെ വരുന്നു. നാം കേട്ടതിൽ വിശ്വസിച്ചാൽ മാത്രമേ ആ വിശ്വാസം വരികയുള്ളൂ. വിശ്വസിക്കുന്നതിൻ്റെ പ്രാധാന്യം യേശു ഊന്നി പറഞ്ഞു. മലകളെ നീക്കുന്നത് വിശ്വാസമാണ്. മത്തായി 21 അധ്യായത്തിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ ആദ്യം നമ്മൾ കേട്ട വചനം പഠിക്കുകയും വചനം സത്യമാണെന്നും അത് നമുക്ക് ബാധകമാണെന്നും നാം വിശ്വസിക്കേണ്ടത് വളരെ പ്രധാനമാണ്. പ്രാർത്ഥിക്കുമ്പോൾ നാം വിശ്വസിക്കണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളുടെ ജീവിതത്തിലോ എന്തെങ്കിലും ആവശ്യം നേരിടുന്നുവെന്ന് കരുതുക. ദൈവവചനത്തിലെ വ്യക്തമായ ഒരു വാഗ്ദാനം ഓർക്കുക. ഉദാഹരണത്തിന്, യേശുവിൻ്റെ മുറിവുകളാൽ നിങ്ങൾ സൗഖ്യം പ്രാപിച്ചു. ഇപ്പോൾ അത് പൂർണ്ണമായും സത്യമാണെന്ന് വിശ്വസിക്കുക.
തുടർന്ന് ആവശ്യമായ രോഗശാന്തിക്കായി പ്രാർത്ഥനയിൽ കർത്താവിനോട് അപേക്ഷിക്കുക. അവനിൽ നിന്ന് ലഭിക്കുമെന്ന് പ്രത്യാശിക്കുക. കാരണം ദൈവപുത്രൻ നമുക്ക് വാഗ്ദാനം ചെയ്തു, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്തു ചോദിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. ശ്രദ്ധിക്കുക, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ശക്തവും ഫലപ്രദവുമാണ്. ചോദിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കണം, സംശയിക്കരുത്. കാരണം സംശയിക്കുന്നവൻ കാറ്റിൽ പറന്ന് ആടി ഉലയുന്ന കടൽത്തീര പോലെയാണ്. ആ വ്യക്തി കർത്താവിൽ നിന്നൊന്നും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. ശക്തമായ വിശ്വാസത്തിലേക്കുള്ള ആദ്യ 2 ഘട്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടുവല്ലോ. അടുത്തതായി സംസാരിക്കുക. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം, ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്നെഴുതിയിരിക്കുന്നു. വിശ്വാസത്തിൻ്റെ അതേ ആത്മാവ് നമുക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. മുൻകാല ബൈബിൾ വിശ്വാസ വീരന്മാരെ പോലെ വിശ്വാസത്തിൻ്റെ അതേ ആത്മാവ് നിങ്ങൾക്കുമുണ്ട് എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു. അവരെ പോലെ നിങ്ങളുടെ വിശ്വാസത്തെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകുക, അത് പറയുക. വാക്കുകളിൽ നിങ്ങളുടെ വിശ്വാസം പ്രകടിപ്പിക്കുന്നതിൽ വലിയ ശക്തിയുണ്ട്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൽ യേശു ലാസറിൻ്റെ കല്ലറയ്ക്ക് മുന്നിൽ നിന്നു. ലാസർ മരിച്ചിട്ട് 4 ദിവസമായിരുന്നു. ലാസറിൻ്റെ പുനർജീവനത്തിനായി യേശു തൻ്റെ ഹൃദയത്തിൽ പ്രത്യാശിക്കുക മാത്രമല്ല ചെയ്തത്, ലാസറെ പുറത്തു വരിക എന്ന് യേശു ഉറക്കെ വിളിച്ചു. മരിച്ചവൻ ശവക്കല്ലറയിൽ നിന്നും പുറത്തു വന്നു. വിശ്വാസത്തിൻ്റെ വചനം സംസാരിക്കുവാനും സംശയിക്കാതെ വിശ്വസിക്കുവാനും യേശു നമ്മെ പഠിപ്പിച്ചു. ദൈവത്തിലും അവൻ്റെ വചനമായ ബൈബിളിൻ്റെ വാഗ്ദാനങ്ങളിലും ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ ജീവിതത്തിലെ പർവ്വതങ്ങളോട് സംസാരിക്കുക. ദൈവം ശക്തമായി നിങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നത് കാണുക. നിങ്ങൾ നേരിടുന്ന ഏതു വലിയ പർവ്വതങ്ങളെയും നീക്കാൻ വിശ്വാസത്തിന് കഴിയും. ചുരുക്കത്തിൽ, പർവ്വതാരോഹണ വിശ്വാസം വളർത്തിയെടുക്കുന്നതിനുള്ള 3 ലളിതമായ കാര്യങ്ങൾ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. 1. ദൈവവചനം കേൾക്കുക, അത് പഠിക്കുക. ഭക്തിപൂർവ്വം വായിക്കുക, അത് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് കേൾക്കുക. 2. ദൈവവചനത്തിൽ സംശയിക്കാതെ വിശ്വസിക്കുക. നമ്മുടെ ബോഷ്ക്ക് പറയാൻ കഴിയാത്ത ദൈവത്തെ വിശ്വസിക്കുന്നതിൽ പതറരുത്. 3. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിൽ വിശ്വാസത്തോടെ ദൈവവചനം പറയുക. യേശു വാഗ്ദാനം ചെയ്തതുപോലെ നിങ്ങൾ പറയുന്നതെന്തും നിങ്ങൾക്ക് ലഭിക്കും. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെക്കുറിച്ച് ഇതിനു മുൻപ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. സമയമനുസരിച്ച് കാണാൻ ശ്രമിക്കുമല്ലോ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. ലൂക്കോസ് 1-ാം അധ്യായം 26-ാം വാക്യം ഗബ്രിയേൽ ദൂതൻ യുവകന്യകയായ മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നതിനെ പറ്റി പറയുന്നു. പരിശുദ്ധാത്മാവിനാൽ അവൾ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുമെന്നും കുട്ടി ദൈവപുത്രനായിരിക്കുമെന്നും ദൂതൻ പ്രഖ്യാപിച്ചു. മറിയം ദൂതനിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടു. അവൾ ആ വാക്ക് വിശ്വസിച്ചു. കർത്താവ് അവൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ശ്രദ്ധിക്കുക, അവൾ വിശ്വസിച്ചത് പറഞ്ഞു, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. പ്രിയരെ, കേൾക്കുക, വിശ്വസിക്കുക, ദൈവവചനം പറയുക. പർവ്വതങ്ങളെ ചലിപ്പിക്കുന്ന വിശ്വാസം. അത്തരമൊരു വിശ്വാസത്തിന് നിങ്ങളുടെ ജീവിതത്തിലെ പർവ്വതങ്ങളെ ചലിപ്പിക്കുവാൻ കഴിയും. നിങ്ങൾ നേരിടുന്ന തടസ്സങ്ങൾ, നിങ്ങൾ നേരിടുന്ന പ്രയാസകരമായ സാഹചര്യങ്ങൾ, രോഗങ്ങൾ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന മറ്റ് നിരവധി പ്രശ്നങ്ങൾ. ദൈവവചനം കേൾക്കുക, വിശ്വാസത്തോടുകൂടെ സ്വീകരിക്കുക. ദൈവവചനത്തിലെ വാഗ്ദാനങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളിലേക്ക് ലഭിക്കാൻ സംസാരിക്കുക. പർവ്വതങ്ങളെ ചലിപ്പിക്കുന്ന അത്തരം വിശ്വാസമുള്ള വ്യക്തിയോട് യേശു പറയുന്നു, നീ പറയുന്നത് എന്തും നിനക്ക് ലഭിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ലഭിക്കും. ആകയാൽ നിങ്ങൾ വായ് കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങ് നൽകിയ വചനങ്ങൾക്കായി നന്ദി പറയുന്നു. അങ്ങയുടെ ന്യായപ്രമാണത്തിലെ അത്ഭുതകരമായ കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ. അങ്ങയുടെ വചനം എൻ്റെ ആത്മാവിനുള്ളിൽ കാണാനും കേൾക്കാനും മനസ്സിലാക്കുവാനും എന്നെ സഹായിക്കണമേ. ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ ശക്തിപ്പെടുവാൻ കൃപ ചെയ്യണമേ. സ്വർഗത്തിൽ നിന്നുള്ള ജ്ഞാനം നിർമ്മലവും സമാധാനവും ശാന്തതയും ഉള്ളതാകുന്നുവല്ലോ. ആകയാൽ അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതായ ജീവിതം നയിക്കുവാൻ എന്നെ സഹായിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധവും അതിശ്രേഷ്ഠതയേറിയതുമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ക്രിസ്തുയേശുവിലുള്ള നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ.